ഇല്ലാത്തൊരിടങ്ങറ് എന്ത് ചെയ്യുന്നു യാതൊരു നിശ്ചയമില്ല. എവിടെ നോക്കിയാലും തടസ്സം തടസ്സം തടസ്സം. ആ ഏട്ടാ നിങ്ങളെ കണ്ടാ പോണം? ഞാൻ അങ്ങോട്ട് പോകും. നിങ്ങൾ ഇന്നെ ഒന്ന് കൊന്നു തരുമോ? ഒരിക്കൽ എനിക്ക് അല്ലെങ്കിൽ സമയത്തിലൂടെ ഒന്ന് കൊന്നതിനോടോ ചെയ്യും. അവിടെയും തടസ്സം. ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, അതും തൂർത്ത്. അതിൽ അരി ചാടിച്ചാവായിരുന്നു പണ്ടാറടക്കാനായിട്ട്. അതും തടസ്സാല. എൻ്റെ ദേവി, ഇങ്ങനത്തെ ഒരു ഗതി കെട്ടാണ് എന്തിനാ ഇത് തരക്കടില്ല. കാറിന്റെ കുറിച്ച് പ്ലിങ് 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 ഒരൊറ്റ പോകൻ ചീറ്റില്ല. എന്നിട്ട് പിന്നെ കോളയുടെ ആവശ്യം ഉണ്ടാവില്ല. ഇത് എത്ര ദേവി, ഇടക്കറ് പാവട്ടാ. ഒന്നുമില്ല, വെറുതെ. വല്ലാത്തൊരു ഗതികെട്ട കാലഘട്ടത്തിലൂടെ മനുഷ്യൻ ജീവിക്കുന്നത്. എന്റെ പൊന്നോ, പഞ്ചായത്ത് ഓഫീസർ പോയതാ. എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. രക്ഷപ്പെട്ടു. ഞാൻ കുടിക്കല്ലടോ. കുഴപ്പമില്ലാതെ ഞാൻ മുഴുവൻ കുടിക്കലേ. എനിക്ക് ഞാൻ മേടിച്ചെന്നാ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ എടുത്ത് മുഴുവൻ ചക്ക ഒറ്റയടിക്ക് പേന്തും ചെയ്തു. എടാ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചേ, നീ ഫോൺ എടുക്കുന്നില്ലല്ലോ. എപ്പോ? സൈലന്റ് ആണോ ഫോൺ നോക്കിയ? നീ ഫോൺ സൈലന്റ് ഒന്നല്ല. ഞാൻ ഫോൺ സൈലന്റ് ആയിട്ട് കിട്ടിക്കോ. ഞാൻ കുറിച്ച് കാര്യം ഞാൻ വയലന്റായി നിൽക്കാം. എന്തിനാ ഫോൺ സൈലന്റ് ആയി കിടന്നോട്ടേന്ന്? വയലന്റാ? എന്താ പറ്റി? എനിക്ക് പറയാണ്ടിരിക്കുന്നല്ലേ. എവിടെ നോക്കിയാലും ചങ്ങ തടസ്സം കൊണ്ട് തടസ്സം, ഒരു രക്ഷയില്ല. ആകെ തടസ്സം. എടാ ഈ ലോകത്ത് എല്ലായിടത്തും തടസ്സം തന്നെ. എനിക്ക് മാത്രമല്ല തടസ്സം. ഉക്രൈൻ റഷ്യ സമാധാന ചർച്ച, തടസ്സങ്ങൾ എത്ര പ്രാവശ്യം വന്ന്. പിന്നെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പൈസക്ക് എത്ര തടസ്സം വരുന്നേ? മൊത്തം തടസ്സം തന്നെ ഉള്ളൂ. നീ മാത്രം തടസ്സം എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ? അതൊന്നുമല്ല മോനെ, എന്റെ കാര്യം അതിനൊക്കെ വലിയ തടസ്സങ്ങളാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ആ വേലേതന്റെ വാർക്കപ്പണിക്കാരെ കൂടെ പിന്നാലെ പോയി. അന്ന് രാവിലെ മുട്ടും ബല അടിച്ച് കേറാതെ കിടാൻ പറ്റു പലക മുട്ടക്കൂടി പൊട്ടി ചായത്തേക്ക് വീണ് അവിടെ തടസ്സപ്പെട്ടു. അയ്യോ, ആ പറമ്പിൽ ആ പണി ഇല്ലാണ്ടായിട്ട് നിർത്തി പോന്നു. അത് തടസ്സമായി. പിന്നെ എന്നിട്ട് ഞാൻ രമേശേട്ടൻ കൊണ്ടൊരു ജ്വല്ലറിയിൽ പണിക്കാക്കി. നല്ലല്ലേ ജ്വല്ലറി? അങ്ങാടിപ്പുറത്ത് ജ്വല്ലറി ഉണ്ടല്ലോ, അവിടെ കൊണ്ടേ പണിക്കാക്കി. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ട് പണിക്കൂലില്ലാന്ന്. പണിക്കൂലിയാണ് നമ്മൾ ജ്വല്ലറി പണിക്കുന്നത്. എന്താ കാര്യം? പണിക്കൂലി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണിയെടുത്ത കൂലി ഇല്ലാന്നല്ല പറഞ്ഞത്. അതായത് പണിക്കൂലി എന്ന് പറഞ്ഞ വസ്തുത ഉണ്ട്, അതറിയാം എനിക്ക്. എന്തായാലും അങ്ങനെ പൈസ ഇല്ലാത്ത പണിക്ക് എന്താ പോണ കാര്യങ്ങളൊന്നും അതും തടസ്സം എല്ലാം അത് മൊത്തം തടസ്സമായി പോയി. ഇനി ആ വക പണിക്കാൻ നിൽക്കുന്നില്ല. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് പിന്നെ നമ്മളെ ഷാജിക്കില്ലേ ഓറഞ്ചിലെ മൂപ്പരിനോട് പറഞ്ഞു എനിക്ക് പമ്പിൽ പണി ഉണ്ട് പറഞ്ഞു. പെട്രോൾ പമ്പിൽ. എന്നിട്ട് അവിടെയും തടസ്സപ്പെട്ടു. ആ പണിയും തടസ്സമായി. അതങ്ങനെ അവിടെ തടസ്സം വന്നു? എന്താ വെച്ചാൽ അവിടെ കറണ്ട് പോയി. കറണ്ട് പോയപ്പോ ഒരു മെഴുകുതിരി കത്തിച്ച് നിന്ന് കത്തി. എന്റെ ഫോട്ടോ അവിടെ കറണ്ട് പോയി ആരെങ്കിലും പെട്രോൾ പമ്പില് മെഴുകുതിരി കത്തിച്ചു വെക്കോ? എന്നിട്ട് അവിടെ എന്താ പറ്റി? എന്താ സംഭവിച്ച? തീ പിടിച്ചാ? ആകെ കത്തിയില്ലേ. എന്ത് കത്തി? മാനേജർ നിന്ന് കത്തി. മാനേജർ നിന്ന് കത്തിപ്പോയാ? അതല്ല, മാനേജറെ കത്തി സഹിക്കാൻ പോയാണ്ട് അവിടെ തടസ്സപ്പെട്ടത് നിന്ന്. മുമ്പ് എന്ത് കത്തിയോട് സഹിക്കാൻ പറ്റും. അപ്പൊ അതും തടസ്സം, ഒക്കെ തടസ്സം. ഒരു രക്ഷയില്ലാത്ത തടസ്സമായി പോയി. ലാസ്റ്റ് ആണ് എന്നെ സുധീർ വിളിച്ചിട്ട് നമ്മളെ തേക്ക് മില്ലിക്ക് പണിക്ക് പറഞ്ഞു. നിലമ്പൂർ തേക്ക് മില്ലുണ്ട് സെൽവേജിലെ. തേക്ക് മില്ലാണോ അതോ കച്ചവടം? തേക്കിന്റെ കച്ചവടം, തേക്കിന്റെ മരങ്ങൾ വെക്കുന്ന കച്ചവടം. അവിടെ പോയി നീ? പിന്നെ അതാണ് നിന്നെ കുറച്ചാളോട് കാണായിരുന്നല്ലേ? എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ തടസ്സമുണ്ടോ? ഇല്ലല്ലോ. അവിടെ തടസ്സപ്പെട്ടില്ല പണി. ഈ ചെക്ക എവിടുക്ക പോണ്? അവൻ നിലമ്പൂര് തേക്ക് മില്ല് പോണെന്നുണ്ട്. ഓ തേക്ക് മില്ലിക്കുന്നല്ല ചങ്ങായി സൈദിൽ ബാച്ചിലെ മില്ലിനിക്ക് നിലമ്പൂര് തേക്ക് മില്ല് പണി കിട്ടില്ല. തൊക്കെ വെക്കുന്ന അവിടെ മുപ്പര് ബോർഡ് ചെയ്തേക്കാൻ പറഞ്ഞു. തേക്ക് വിൽപ്പനക്ക് ബോർഡ് ചെയ്തേക്കാൻ പറഞ്ഞു. എഴുതി വെക്കാൻ പോലെ അങ്ങനെ എഴുതി വെച്ചാൽ തന്നെ കിട്ടിയില്ലേ? എവിടുക്കാ കളിക്കാനാ? അങ്ങോട്ട് പോവാ, നോക്കി പോയിക്കോ. അതറിയില്ലേ ഈ വീട്ടിലെ ഇവിടുത്തെ കുട്ടികളാണ്. ഭാഗ്യം, അതിനൊന്നും ഒരു തടസ്സമില്ലല്ലോ കളിക്കാൻ പോവാൻ വരാം. അല്ല നീ തേക്ക് വിൽപ്പന ബോർഡ് എഴുതി വെച്ചില്ലേ? അവിടെ നിന്ന് തടസ്സം വന്നില്ലേ? അതിനെന്താ തടസ്സോ? ഏടാ നമുക്ക് ഈ വിദ്യാഭ്യാസ പ്രശ്നം ഉണ്ടല്ലോ. ഞാൻ ഈ മലയാളം ചെയ്യുമ്പോ തെറ്റും. ഈ തേക്ക് വിൽപ്പന എന്നുള്ള ഞാൻ എഴുതിയപ്പോ തോക്ക് വിൽപ്പനക്ക് നായിപ്പോയി. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ലേ മൂപ്പർക്ക് അതിന്റെ പണി ഉണ്ടായിരുന്നു. ഈ തോക്ക് വിൽപ്പന ഉണ്ടായിരുന്നു സൈദിലാജിക്ക് ചെറുതായിട്ട്. ഇക്കാരുണ്ടായി വരും. അതൊന്നും എനിക്കറിയില്ലായിരുന്നല്ലേ? തടസ്സായി. പോലീസ് നോക്കി? പിന്നെ പോലീസ് നോക്കിയെന്ന്. കഷ്ടം. ഇവിടേക്ക് പേപ്പർ വണ്ടി മലക്കിട്ട് എവിടേക്ക് പോകണം? ഞാൻ പറഞ്ഞില്ല, പഞ്ചായത്ത് പോയതാണ്, അപേക്ഷക്ക് പോയത്. അപ്പൊ അവര് കാണിക്കണ് അച്ഛന്റെ വരവ് കാണിക്കണം. അച്ഛന്റെ വരവ് കാണിക്കാനാ? മരിച്ച അച്ഛൻ ഞാൻ അച്ഛന്റെ വരവ് എങ്ങനെ കാണിക്കല്? അത് ഞാൻ പിന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അച്ഛനെ ചെറിയ നൊണ്ടിക്കാരുണ്ടായിരുന്നല്ലോ. അത് കാണിച്ചൊക്കെ അവർ പറഞ്ഞത് ഈ ഫോം എന്ന് പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു. ഞാനങ്ങ് വരുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. അതെ, മുത്തച്ഛൻ ഐസിയില. മുത്തച്ഛൻ ഐസിയില? എന്ത് പറ്റി? സീരിയസാ? സീരിയസാ?
പിന്നെ ഐസിൽ മുത്തച്ഛൻ ഐസിലാണെന്ന്, മോർച്ചറിലാണെന്ന്. മുത്തച്ഛൻ എന്താ മത്തി ഐസിലിട്ടേക്കാൻ? ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്ക് തടസ്സമേ ഉണ്ടാവുള്ളൂ. ഇക്ക് തടസ്സം ഉണ്ടായി ചങ്ങായി. ആ. ഇക്കാണ് തീരെ വയ്യോടെ പനി പിടിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഡോക്ടറെ കാണിച്ചു. എന്നിട്ട് ഇല്ല പനിയൊക്കെ ഇപ്പൊ മാറി. ആ. പനി മാറി. ഇപ്പൊ ചെറുതായിട്ട് ലൂസ് മോഷനായി. അപ്പൊ അവിടെയും തടസ്സം. അവിടെ തടസ്സം, അവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. 2 പമ്പേഴ്സാ കെട്ടിക്കണം അട്ടിക്കട്ടിക്ക്. അത് ശരി. ഇരിക്കുമ്പോൾ വീർപ്പുണ്ട. അങ്ങനെയാണല്ലോ. അപ്പൊ അത് പനി മാറ്റി തരുന്ന ഡോക്ടർ പറഞ്ഞപ്പോ പനി മാറ്റി വയറിളക്കായി. അപ്പൊ കുഴപ്പമൊന്നുമില്ല, സേഫ്. എന്നിട്ട് ഞാനിതെല്ലാം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ആന്റിയുടെ വീട്ടിൽ പോയി. ഈ തടസ്സപ്പെടുന്ന ബോറടിച്ച് വീട്ടിലേക്ക് അത് ബോറടിച്ചു. നല്ല, നമ്മള് അങ്ങനെ ഒരു പ്രശ്നം വീട്ടിൽ വരുമ്പോ നമ്മള് വീട്ടിൽ നിൽക്കരുത്. നമ്മള് വേറെ എവിടെയെങ്കിലും മാറി താമസിച്ചാൽ നല്ലതാണ്. ആന്റിയുടെ വീട്ടിൽ പോയി 2 ദിവസം നിൽക്കാൻ വേണ്ടിട്ട്. അത് അപ്പൊ ആന്റി അളിയനും അമ്മായിക്കാരും അവരെ മൊത്തം പ്രശ്നം ഉണ്ടാക്കി ഒരു ആന്റിയുടെ വീട്ടിൽ നിൽക്കാൻ പോയി വരുന്ന മണക്ക്. അവിടെ ആന്റിന്റെ വീട്ടിൽ ആന്റി ഇല്ല, ആന്റിയെ വേറെ വീട്ടിൽ അവിടെ തടസ്സമാക്കിയ പ്രശ്നമാണ്. അവിടെയും തടസ്സം തന്നെ, തടസ്സം മൊത്തം തടസ്സം. അവിടുന്ന് അപ്പൊ തിരിച്ചു പോന്നു. ലാസ്റ്റ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു ഒരു മഷനോട്ടം നോക്കാൻ. അത് നല്ല കാര്യം. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് തടസ്സത്തിന്റെ കാരണങ്ങളോ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ പുള്ളി പറഞ്ഞ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയും തടസ്സം വന്നല്ലോ. അതെന്തുപറ്റി? ഈ മഷനോട്ടക്കാരെ നോക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ അയാൾ തൊട്ടടുത്തുള്ള ഒരു പെണ്ണിനായിട്ട് അടിച്ചു മാറ്റി പോയിട്ട് അയാളെ മഷിനോട്ട് കിട്ടി കാണാൻ ആൾക്കാർ അയാളെ മഷിട്ട് നോക്കി കാണുന്നില്ല. അവിടെ തടസ്സമായില്ലേ? തടസ്സം തന്നെ അല്ലേ? തടസ്സം എന്ന് ഗംഭീര തടസ്സല്ലേ. അപ്പൊ എന്താ ചെയ്യാന്ന് യാതൊരു നിശ്ചയില്ല. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യുന്നത്? മോളെന്താ കളിച്ചില്ലേ? അവിടെ ആരുമില്ല, കളിക്കാൻ ആരുമില്ല. കണ്ടില്ലേ, ആ കുട്ടിക്ക് ഒരു തടസ്സായി. എങ്ങനെ തടസ്സം നിന്റെ കൂടെയല്ലേ നടക്കണേ? നിന്റെ കൂടെ കുട്ടിയുടെ വീട് അപ്പുറത്താണ്. നിന്റെ അയൽവാസി കുട്ടി. എനിക്കും തടസ്സാവോ നിന്റെ കൂടെ കൂടിയിട്ട്? പറഞ്ഞോ പിന്നെ എങ്ങായി എല്ലാം എവിടെ നോക്കിയൊരു തടസ്സം. നീ ഈ പണ്ടാ തടസ്സം മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടത്? നീ ഒരു പണിയേ, ഒരു കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചാൽ ചിലപ്പോ തടസ്സങ്ങളൊക്കെ മാറും. ചിലപ്പോ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, നീ നമ്മുടെ ബ്രോക്കറെ കസ്റ്റഡിയിൽ ഒരു പെണ്ണുണ്ടെന്ന് പറയണ്ടായി. നീ അന്ന് ചോദിക്കാൻ പറഞ്ഞ നീ ചോദിച്ചത്? ബ്രോക്കറെ കസ്റ്റഡി പെണ്ണുണ്ട് ഞാൻ പോയി ചോദിച്ചല്ലോ. ബ്രോക്കറിനോട് ഒരു ഒലക്കമത്തെ വർത്തമാനം പറഞ്ഞു. പെണ്ണ് കസ്റ്റഡിയിലാണ്, ജാമ്യം കിട്ടാൻ അമ്മയ്ക്ക് കല്യാണം നടത്തി തരാം. ആ കസ്റ്റഡിയാണോ എന്റെ അടുത്ത് പറഞ്ഞത്? പിന്നെ എന്താ, ഞാൻ പറഞ്ഞാൽ പോയി ചോദിച്ചല്ലേ. അത് ശരി. എന്നിട്ട് അതൊന്നും നടന്നില്ല? അവിടെ തടസ്സം. എന്റെ പൊന്നോ ചെങ്ങായി, ലാസ്റ്റ് ഞാൻ ഇന്ന് തൂങ്ങി മരിക്കാന്ന കാര്യം പ്ലാൻ ചെയ്തു. ഞാൻ ആവശ്യം അല്ലല്ല അതും തടസ്സം വന്നു. അതും തടസ്സമായിരുന്നു. അതെന്താന്നറിയോ? തൂങ്ങി മരിക്കാണ്ട് ഞാൻ കയറ് ഒരു മരക്കൊമ്പത്തിട്ട് നേരെ കാല് നിലത്ത് പൊട്ടി. കയറ് നീളം കൂടുതലായിരുന്നു. കാല് നിലത്ത് അവിടെ ഒന്നും പറ്റാണ്ട് അരച്ചൊക്കെ. കയറിന്റെ ഒക്കെ നീളം നോക്കണ്ട. അവിടെ നിന്ന് കഴുത്ത് കൂട്ടിട്ട് അവിടെ നിന്ന് നീളം കൂടി കഴിഞ്ഞാൽ നിലത്തെത്തൂലേ? നിലത്ത് കാല് മുട്ടി, അതും തടസ്സായില്ലേ. അങ്ങനെ ഞാൻ തൂങ്ങി മരിക്കലും പരാജയപ്പെട്ടല്ലോ. അങ്ങനെ ഞാൻ ട്രെയിന് ചാടി തല വെക്കുന്നത് ഉറപ്പിച്ച്. ഇല്ല, ട്രെയിന് വരുമ്പോ ഞാൻ ഐഡിയ പ്രയോഗിച്ചു. എന്ത്? ട്രെയിന് വരും മുമ്പിൽ ചാടി ചാവാന്നുള്ള ഐഡിയ പ്രയോഗിച്ചു. പിടിച്ച് തെറിപ്പിച്ച് കളഞ്ഞിടൂ. അവിടെയും പരാജയപ്പെട്ടു. അവിടെയും തടസ്സപ്പെട്ടു. തെറിച്ചുപോയി. നടുവൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നു 3 മാസം. അവിടെയും തടസ്സമായി. പിന്നെ 3 മാസം ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നതിന് ശേഷം ഈ ട്രെയിനെ ഞാൻ വീണ്ടും പ്രയോഗിച്ചു. ഇഞ്ചന്റെയും ബോഗന്റെയും നടുക്ക ചാടിയിട്ട് അപ്പൊ ഒരു ചതഞ്ഞായിരിക്കും ചിപ്പിളികളായിട്ട് പോയിക്കോളൂല്ലോ. അതാ പറഞ്ഞത്. ട്രെയിൻ വരുമ്പോ എഞ്ചിന്റെയും ബോഗിന്റെയും ഇടയിൽ ചാടി പിന്നെ ഞെരുങ്ങി പോവും, അമർന്ന് പോവല്ലോ. അങ്ങനെയാണ് പ്രതീക്ഷിച്ചിട്ട് നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ അപ്പുറം പോയി നിന്ന് കാത്തുനിന്ന് ഈ വണ്ടി വന്നോളൂ. ഞാനൊരു ഒറ്റ ചാട്ടാ. ഇത് ബോഗിന്റെ ഇടയിൽ ചാടി. അയ്യോ, എന്നിട്ട് അവിടെയും തടസ്സപ്പെട്ടില്ലേ? അവിടെ തടസ്സം പറ്റി. അത് തലഞ്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഞ്ചം മാത്രം ഓടിയാണ് പോയി. ഞാൻ നേരെ റെയിൽവേ പ്രാർത്ഥിക്ക് പോണ്. തല വെച്ചടിച്ച് തല പൊട്ടി. പിന്നെ 2 മാസം ഹോസ്പിറ്റലിൽ പിന്നെയും പോയി കിടന്നു. എന്ത് തടസ്സാന്നാ പറയേണ്ടത്? എവിടെ നോക്കിയാലും തടസ്സമല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇങ്ങനെ തടസ്സമുള്ള ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഉണ്ടാവൂല ചങ്ങാതി. അങ്ങനെ എല്ലാം ഗതികെട്ട് പണ്ടാറടങ്ങി ഞാന് ഒരു വിഷം വാങ്ങി. ഉഗ്രം വിഷം വാങ്ങി. വിഷം കുടിച്ച് ചാവാലോ. വിഷം കുടിച്ചാവുന്നല്ലോ. നിൽക്കായിരുന്നു. അങ്ങനെ വിഷം വാങ്ങി ഞാൻ ഇങ്ങോട്ട് നടന്നു വന്ന് ഇവിടെ ഇരുന്ന് രമേഷിന്റെ കടന്ന് ഒരു കൊക്കക്കോളി വാങ്ങി. അതിൽ ഫുള്ള് മിക്സ് ചെയ്ത് വെച്ചിവിടെ വെച്ച് ഇരിക്കായിരുന്നു. അതാണ് ലക്ഷണം കെട്ട തെണ്ടി ചെന്ന് എടുത്ത് കുടിച്ചത്. അവിടെ തടസ്സം വന്നില്ലേ? അവിടെ വിഷം അത് വിഷമായിരുന്നില്ലേ ഞാൻ കുടിച്ച്? അവിടെ തടസ്സമൊന്നുമില്ലടാ, എല്ലാം കറക്റ്റാ. മരിക്കാനും പോയിക്കാത്ത തെണ്ടി